അതിനോട് ചോരയും ജീവനും. കളിപ്പിച്ചോടിയും വേണ്ടില്ലേ? കൂട്ടം തെറ്റിയാൽ പിന്നെ വേർതിരിക്കാൻ പാടാ. കൂട്ടം കൂടിക്കൊണ്ടോ, നമുക്ക് പിന്നെ പിരിക്കാം. എന്റെ അടയാളമുണ്ട്, കവള് കാച്ച്. കൂട് വെക്കണില്ലേ? പകൽ അവസാനിക്കാറായി. ഇന്ന് തിരിക്കണ്ട, ഒന്നിച്ചു കിടക്കട്ടെ. എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ മേല. എന്നാ എനിക്കും സഹായമായി. നമുക്ക് നാളെ അടയാളം വെക്കാം. ശരിയാ, കൂട്ടം കൂടിയാ കുഴപ്പാ. ചിറക് വെട്ടുന്നതോ വാല് വെട്ടുന്നോ? അടയാളം കാച്ചാം. കൊന്ത് കാച്ചാവാം. ഓ, അച്ഛനെ കണ്ട? അവിടുന്നും പോയി. മാലപ്പനെ തങ്കയ്ക്ക് വിതക്കണുണ്ടല്ല. കഞ്ഞി വെന്തില്ല. ചായവെള്ളം തിളപ്പിച്ചതുണ്ടാ? ചായ തണുത്തിട്ടുണ്ടാവും. അയ്യോ, തണുത്തത് മതി, അതാണ് എനിക്കിഷ്ടം. എന്നാ തരാം. തായല് പണ്ടാര ഇഷ്ടം പോലെ ഇഷ്ടട്ടാ, എനിക്കിഷ്ട. കരിമീനെ കരിമീനെ ഊട്ട കഴിക്കാൻ വരുമോന്? നാനില്ലോ നാനില്ല, ഊട്ട കഴിക്കാൻ നാനില്ല, ഊട്ട കഴിക്കാൻ നാനില്ല. രമി മോന് മാലയുടെ അമ്മ എവിടെ പോയതാണ്? കണിയാനെ കാണാൻ പോയതാ. നീ കണ്ട? എന്താ പോയ ഒരു ആലോചന? ഇത് കഴിക്കണം. ഇരിപ്പുണ്ടോ? ഇല്ല, മേടിപ്പിക്കാം. ആ, എന്നാ പിന്നെ എന്തിനു വേണ്ട. അത് വല്ലാത്തൊരു വിചാരം, അതുകൊണ്ട് ചോദിച്ചതാ. നേരത്തെ ചോദിക്കണമെന്ന് കരുതിയതാ. വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? താറാക്കളെ വിറ്റേച്ചും തിരിച്ചു പോകാൻ എന്റെ ആലോചന. എന്നിട്ട് എന്ത് ചെയ്യാനാവേ? നമുക്ക് വേറെ എന്ത് പണിയറിയാം? വേണമെങ്കിൽ കുറെ തന്നെ വിറ്റ് ചിങ്ങക്കുഞ്ഞുങ്ങളെ വാങ്ങാം, കുറെ മുട്ട വരുന്ന വയ്ക്കാം. ആ, കിഴക്കോട്ട് പോയാൽ പന നല്ല ആദായത്തിന് കിട്ടും. പണ തീരുമ്പോഴത്തേക്കും മുണ്ട കൊയ്യും. ഇപ്പൊ താറാത്തുങ്ങളെ വിൽക്കുന്നത് ഭയങ്കര പോഴാത്താ. പിന്നെ വർത്താനം പറയാം. കഞ്ഞി തണുക്കുന്നു, വാ. ആ വാവേ, കഞ്ഞി കുടിക്കാം. ഹലോ, മുളക് കൊണ്ടായിട്ട് ഇപ്പൊ ഉറക്കുക. കാലത്തരച്ച് ചമ്മന്തി ഇരിപ്പില്ലേ? ഉണ്ട്. കേട്ടോ പോയി, ചമ്മന്തി അരയ്ക്കണോ എന്റെ നീലി അരയ്ക്കണം? പെരുവരല് മുതല് അണ്ണാക്ക് വരെ എരിയും. അതെങ്ങനെയാ? അവളുടെ അമ്മ മോശക്കാരി മറ്റായിരുന്നു. ഒത്തിരി കഞ്ഞിയും ചമ്മന്തി ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളതാ. നീലിയുടെ അച്ഛന്റെ പങ്കുകാരനായിട്ടാ ഞാൻ ഈ കരയിൽ വരുന്നത്. അന്നതേ നീലി ഇത്രേ ഉള്ളൂ. അയാൾ ആരെയും കൂട്ടാക്കില്ല, തന്നെ പോലെ. അച്ഛൻ ചത്ത് 2 മാസമേ അമ്മ ജീവിച്ചിരുന്നുള്ളൂ. അത്രയ്ക്ക് പൊരുത്തമായിരുന്നു അവര് തമ്മിൽ. ആരോരും ഇല്ലാതെ വന്നപ്പോ പാവം പെണ്ണ് ഞാൻ ഇവക്ക് പുടവ കൊടുത്തു. ഒരു കാര്യത്തിനും ഇന്ന് വരെ ഒരു കുറവുണ്ടായിട്ടില്ല. ആ, എന്നാലും പിന്നെ ഒരു കുഞ്ഞിക്കാല് കാണാൻ അതിനിപ്പോഴും താമസിച്ചിട്ടൊന്നുമില്ല. എനിക്കതിന് മാത്രം പ്രായമായോ പോയി.
അതാണ് അവളുടെ കൈപുണ്യം. നാക്കേ തൊടാൻ ഒരു തഞ്ചം വേണം, അല്ലെങ്കിൽ എരിഞ്ഞ അണ്ടം കത്തിപ്പോവും. നടന്നോളൂ. എടാ തങ്കി, എവിടെ എന്റെ ചേട്ടൻ? ചേട്ടൻ പരിക്കിപ്പോ പറഞ്ഞിട്ട് എന്ത് വേണം? ചേന്നന്റെ പെങ്ങളി ചിരിത എങ്ങനെയാടാ ചത്തത്? അത് പറഞ്ഞ് തത്തുന്നു. നീ സൂക്ഷിച്ചോ. എന്തായി കാണിക്കുന്നത്? വരൂ. നീലേ, നീലേ, എന്തുമാത്രം ചോരയായി പോയിക്കണ്. ഇങ്ങനെ കുലുക്കൊല്ലാത്തൊരു മനുഷ്യൻ. അയ്യോ ദൈവമേ, എന്ത് പറ്റി? നീ പറഞ്ഞേക്കാളും പോയി കുറച്ച് കാപ്പിപ്പൊടി മഞ്ചാര എടുത്തുണ്ടോ? ഒരു ലക്ഷം കീറ തുണി. ഓ സാരമില്ല, ഒന്നും പറ്റില്ലാന്ന്. ഇയാളെന്ത് മനുഷ്യനാവുക? ഓ പിന്നെ ഒന്ന് മുറിഞ്ഞിൽ ചാവാൻ പോവാം. ചാവാനെ ധാരാളം മതി. എത്ര പേരെ സെമിറ്റിക്കായിട്ട് ചത്തറില്ലെന്ന് അറിയാമോ? എന്നാ പിന്നെ ആ പറമ്പിൽ നീരൂര് കാണും, കുറച്ച് പറിച്ചുകൊണ്ട് പോവാ. അകത്തുനിന്ന് എന്റെ ഷർട്ടും എടുത്തോ, ഞാനൊന്ന് വൈദ്യരെ അവിടെ പോയിട്ട് വരാം. ഒന്നും വേണ്ടാന്നേ, ഇതത്ര ആഴമുള്ള മുറിവൊന്നുമല്ല. ചോര ഇപ്പോഴും നിന്നിട്ടില്ല.